ഹലോ ഗായ്സ്, ഇന്ന് നമുക്ക് ഓട്ടുരുളിയിലൊരു നല്ല ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് ഉരുളി അടുപ്പത്ത് വെക്കാം. ഇത് ഞാൻ കോട്ടയത്തുനിന്ന് അമ്മ എടുത്തിട്ട് വന്നതാണേ. അതിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ, ഈ ചിക്കൻ കറിയൊക്കെ നാടൻ വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് നല്ല കടുകിട്ട് പൊട്ടിക്കാം. ഇതിലേക്ക് കൊച്ചുള്ളി അരിഞ്ഞതും പിന്നെ അതിൻ്റെ കൂടെ വറ്റൽമുളക്, ഇത് ഉണ്ടമുളകാണ് കേട്ടോ. ഇത് രണ്ടും കൂടെ മൂത്ത് വരുമ്പോൾ ഉണ്ടല്ലോ, നിറച്ചും കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് അതങ്ങ് മൂപ്പിച്ചെടുക്കണം. ഈ പരുവത്തിലാവുമ്പോഴത്തേനും ഇതിലേക്ക് 4 സവോള ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ അത് വഴന്ന് വരാനുള്ള ആവശ്യത്തിനുള്ള ഉപ്പും ഞാൻ അതിനകത്ത് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഒരു തക്കാളി, വലിയ തക്കാളിയാണ്, ഇതിപ്പോൾ ഞാൻ ഒരു ചെറിയ ചിക്കനാണ് എടുത്തിരിക്കുന്നത്, ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ തക്കാളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ നല്ല കുരുമുളക് ചതച്ചിട്ടതും, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് അത്യാവശ്യം വഴറ്റിയെടുക്കണം. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. അതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ നല്ല ചിക്കൻ മസാല. ഇതിൽ മുളക് പൊടി ഇത്തിരി കുറച്ചാണ് കേട്ടോ ചേർത്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുരുമുളക് നമ്മൾ ഇട്ടിട്ട് അതിൻ്റെ എരിവ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് രണ്ടാമത് വേണം ചേർക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നുണ്ടല്ലോ, ഈ ചിക്കൻ ഉണ്ടാക്കുന്ന സമയത്ത് ഈ സവോള ഓവറായിട്ട് വഴറ്റി മുരിഞ്ഞ് വരരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല. മസാല ഈ ഒരു പരുവാകുമ്പോഴത്തേനും നമുക്ക് അതിനകത്തേക്ക് ചിക്കൻ ഇടാം. ചിക്കൻ ഇട്ടിട്ട് നമ്മൾ ആദ്യമേ വെള്ളം ഒഴിക്കത്തില്ല. നന്നായിട്ട് ആ മസാല അതിൻ്റെ അകത്ത് പിടിപ്പിച്ചിട്ട് നമ്മളതൊന്ന് അടച്ച് അതിൻ്റെ അകത്ത് ആ ചിക്കനിൽ നിന്ന് ആ വെള്ളം ഊറി വരത്തില്ലേ, അത് വന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ ഉപ്പും മുളകും ഒക്കെ ഒന്നുകൂടെ നോക്കി സെറ്റാക്കി നമ്മൾ രണ്ടാമത് വെള്ളം ഒഴിക്കുകയുള്ളൂ. ഇനി നമ്മളിത് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ആവിയിൽ വേവിക്കും. അന്നേരത്തിന് അതിൻ്റെ വെള്ളമെല്ലാം വരികയും ചെയ്യും. ആ മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ പെരണ്ടിരിക്കും. കണ്ടില്ലേ? ഈ സമയത്ത് വേണം കേട്ടോ നമ്മൾ ഉപ്പും മുളകും ഒക്കെ കറക്റ്റാണോ എന്ന് നോക്കാൻ. ഉപ്പ് ഞാൻ നോക്കിയപ്പം കറക്റ്റായിരുന്നു, പക്ഷേ എനിക്ക് തോന്നി ഇത്തിരി കൂടെ മുളക് വേണമെന്ന്. അങ്ങനെ ഞാൻ 2 സ്പൂൺ മുളക് പൊടിയും കൂടെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഗൈസ്, പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, ഈ സമയത്ത് നമ്മളൊന്നെങ്കിൽ ലോ ഫ്ലെയിം അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ടേ വഴറ്റാവുള്ളൂ. ഈ പൊടിയൊക്കെ ചേർക്കുന്ന സമയത്താണെങ്കിലും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുണ്ടല്ലോ ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, അപ്പോൾ അത് അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതിലേക്ക് നമ്മളിനി ആവശ്യത്തിനുള്ള ചിക്കൻ വേവാൻ ആവശ്യമുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുത്ത് നമ്മളിത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു 10-15 മിനിറ്റ് ഒന്ന് വേവിക്കണം. ഈ ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട. ചോറ് കഴിക്കണമെങ്കിലും ചപ്പാത്തി കഴിക്കണമെങ്കിലും പത്തിരി കഴിക്കണമെങ്കിലും എല്ലാത്തിൻ്റെയും കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. ഇത് വെന്ത് കുറുകി വരുമ്പോൾ എന്ത് ടേസ്റ്റാണെന്ന് അറിയോ. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ സ്വന്തം റെസിപ്പിയാണ്, ധൈര്യമായിട്ട് ഉണ്ടാക്കിക്കോ. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.